നമസ്കാരം. 7:30-ക്കുള്ള തീവണ്ടിയിൽ കയറിപ്പറ്റാൻ അവൾ 4 മണിക്ക് തന്നെ എഴുന്നേൽക്കും. ഉച്ചഭക്ഷണം ഉണ്ടാക്കാൻ ആദ്യം അടുക്കളയിലേക്കാണ് അവൾ ഓടിക്കയറുക. അരി കഴുകി അടുപ്പത്തിട്ട് അത് തിളയ്ക്കുന്നതിന് മുൻപ് കുളിമുറിയിൽ കയറി ഒരു കാക്കക്കുളി നടത്തും. അപ്പോഴേക്കും ഭർത്താവ് എഴുന്നേൽക്കുകയും മുടക്കം വരുത്താത്ത പ്രഭാത സവാരിക്ക് പോകുകയും ചെയ്യും. പോകുന്നതിന് മുൻപ് വാതിൽ കുറ്റിയിട്ടേക്കണേ എന്ന് ഓർമ്മിപ്പിക്കാൻ മറക്കാറില്ല. പിന്നെ അരുന്ധതിയുടെ നിമിഷങ്ങൾ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന ഒരു ഓട്ടക്കാരൻ്റെതാണ്. പണികളെല്ലാം ഒതുക്കി മകനെ സ്കൂൾ വണ്ടിയിൽ കയറ്റിവിട്ട് ഉടുത്തൊരുങ്ങി ജോലിക്കിറങ്ങുമ്പോഴേക്കും തീവണ്ടി ചൂളം വിളിച്ചു തുടങ്ങും. പ്രശസ്ത എഴുത്തുകാരനും സംവിധായകനുമായ ശ്രീ മധുപാലന്റെ ഓടുന്ന തീവണ്ടിയിൽ ചാടിക്കയറുന്നത് എങ്ങനെ എന്ന കഥയിലെ ഭാഗങ്ങളാണിത്. നാട്ടിൻപുറങ്ങളിലായാലും നഗരങ്ങളിലായാലും അരുന്ധതിമാരുടെ ജീവിതം ഒരു കാലം വരെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്നാൽ കുടുംബശ്രീ നഗരങ്ങളിലെയും നാട്ടിൻപുറങ്ങളിലെയും സ്ത്രീകളുടെ ജീവിതത്തിന് ഒരു പുതിയ ക്രമം രൂപപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ ഒരു പുതിയ അധ്യായം കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വർഷങ്ങൾക്ക് മുൻപ് ജനവാസമില്ലാത്ത പ്രദേശമായിരുന്നത്രേ മണിയട്. കുടിയേറി വന്ന ഒരു കൂട്ടം മനുഷ്യർ താമസിക്കാൻ പറ്റിയ സ്ഥലം അന്വേഷിച്ച് 4 വശത്തേക്കും പിരിഞ്ഞു. ഈ കാട്ടുപ്രദേശത്ത് വൈകിട്ട് അവർ എങ്ങനെ ഒരുമിച്ച് കൂടും എന്ന ആശങ്ക അവർക്കുണ്ടായി. കൂട്ടത്തിലുള്ള ഒരാളുടെ കയ്യിലുള്ള മണി രാത്രി മരത്തിൽ കയറിയിരുന്ന് കുലുക്കാം എന്നവർ തീരുമാനിച്ചു. ഇങ്ങനെ മണി കുലുക്കിയ സ്ഥലമാണത്രേ മണിയട്. നമുക്ക് സ്വാഗതം ചെയ്യാം മണിയട് CDSനെ ഈ വേദിയിലേക്ക്. മണിയട് CDS മൊത്തം ADS 13, അയൽക്കൂട്ടങ്ങൾ 146, BPL അംഗങ്ങൾ 1567, APL അംഗങ്ങൾ 625, SC അംഗങ്ങൾ 589, ST അംഗങ്ങൾ ഇല്ല. മണിയട് CDSൽ വികസനത്തിന്റെ മണി കുലുക്കുന്ന വനിതാരത്നങ്ങൾ ആരൊക്കെയാണെന്ന് അറിയണ്ടേ? നമുക്കൊന്ന് പരിചയപ്പെടാം.
ഞാൻ ശോഭ PM, മണിയുടെ ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ്, കുടുംബശ്രീയുടെ മെമ്പർ സെക്രട്ടറി. ഞാൻ ഷിബി ജോസ്, മണിയുടെ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ വൈസ് ചെയർപേഴ്സണാണ്. ഞാൻ രഞ്ജിനി മോഹനൻ, മണിയുടെ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ചെയർപേഴ്സണാണ്. എൻ്റെ പേര് വിജയ ഇലിയാസ്. ഞാൻ മണിയുടെ കുടുംബശ്രീയുടെ മോഡൽ പ്രോജക്റ്റായ പൈനാപ്പിൾ ഇല സംസ്കരണ യൂണിറ്റിന്റെ കൺവീനറാണ്. ഞാൻ ലിജി തങ്കച്ചൻ, അടിസ്ഥാന സൗകര്യ വോളണ്ടിയറാണ്. വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീമതി നിവേദിത P ഹരൻ. കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ. സാമ്പത്തിക ശാസ്ത്രജ്ഞ നിർമ്മല സാനു ജോർജ്. കഥാകൃത്തും സംവിധായകനും നടനുമായ ശ്രീ മധുപാൽ. പൊതുവെ കടന്നു ചെല്ലാൻ മടിക്കുന്ന മേഖലകളിൽ കടന്നു ചെന്ന് വിജയം കണ്ടെത്തുകയാണ് മണിയുടെ CDSന്റെ പതിവ്. ഇവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായി നമുക്കൊന്നറിയണ്ടേ? ഇനി ചർച്ചയുടെ സമയം. എങ്ങനെയാണ് മണിയുടെ കുടുംബശ്രീ പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്നത്? മൈക്രോ സംരംഭ യൂണിറ്റുകളാണെങ്കിലും മോഡൽ പ്ലാന്റായ പൈനാപ്പിൾ യൂണിറ്റ്, വനിതാ ഹെൽത്ത് ക്ലബ്ബ്, ബ്രേക്ക്ഫാസ്റ്റ് യൂണിറ്റ്, ആടുഗ്രാമം, അതുപോലെ മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് നമ്മൾ നോക്കുന്നതിന് വേണ്ടി നമ്മൾ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ, അതുപോലെ ആശ്രയ 2ാം ഘട്ടം ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 14 ഗുണഭോക്താക്കളുണ്ട് അതിനകത്ത്. അങ്ങനെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മണിയുടെ ഗ്രാമപഞ്ചായത്ത് മുൻപോട്ട് വെച്ചിരിക്കുന്നത്. BPL ആയിട്ടുള്ള എല്ലാ കുടുംബങ്ങളും ഈ കുടുംബശ്രീയിൽ അംഗങ്ങളാണോ? അതെ, എല്ലാവരും. BPL കുടുംബങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമ്പൂർണ്ണ അയൽക്കൂട്ട സമാഗമം വഴി നമ്മൾ അത് നടപ്പിലാക്കിയിട്ടുണ്ട്. വളരെ പാവപ്പെട്ട പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളിലും കൂടിയുള്ള എല്ലാവരും അതുണ്ട്. ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ SCയുടെ പ്രാതിനിധ്യം, എറണാകുളം ജില്ലയിൽ SC പ്രാതിനിധ്യം കൂടുതലുള്ള ഒരു പഞ്ചായത്താണ്. അവരെ എല്ലാം നമ്മൾ കുടുംബശ്രീയിൽ അംഗങ്ങളാക്കി. അപ്പൊ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ള 3 ഫിലിംസ് ഉണ്ട്. അതില് ഞങ്ങൾക്ക് തന്നതിൽ ആദ്യത്തെ പൈനാപ്പിൾ വസ്ത്രനിർമ്മാണം അല്ലേ? പൈനാപ്പിളിന്റെ നൂല് ഉപയോഗിച്ച് ഫൈബർ യൂണിറ്റ്. അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് ഇനി ചർച്ച തുടരാം. പൈനാപ്പിൾ ജ്യൂസ് നമ്മൾ എല്ലാവരും കുടിച്ചിട്ടുണ്ട്. എന്നാൽ പൈനാപ്പിളിന്റെ ഇല ഉപയോഗിച്ച് നാരുണ്ടാക്കി അതിൽ നിന്ന് നൂലുൽപാദിപ്പിക്കുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് മണിയിടിലെ ഒരു കൂട്ടം വനിതകൾ. ഈ ടെക്നിക്ക് എന്താണെന്ന് അറിയണ്ടേ? ദൃശ്യങ്ങളിലേക്ക്. മലയോര സ്വഭാവമാണ് മണിയുടെ ഗ്രാമപഞ്ചായത്തിന്. എറണാകുളം പോലെ നഗര സ്വഭാവമുള്ള ഒരു ജില്ലയുടെ ഭാഗമാണെന്ന് തോന്നാത്ത വിധം തട്ടുതട്ടായുള്ള ഭൂമി. റബ്ബർ കൃഷിയും അതുകൊണ്ട് തന്നെ പൈനാപ്പിൾ കൃഷിയും വളരെ വ്യാപകമാണിവിടെ. വിളവെടുപ്പ് കഴിഞ്ഞാൽ തീയിട്ട് കളയുകയോ കളനാശിനികൾ ഉപയോഗിച്ച് ഉണക്കിക്കളയുകയോ ചെയ്തിരുന്ന പൈനാപ്പിൾ ഇലകളിൽ നിന്ന് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കാവുന്ന നാരുകൾ വേർതിരിച്ചെടുക്കുന്ന ഈ കുടുംബശ്രീ യൂണിറ്റിന് സാധ്യതകൾ ഏറെയാണ്. CSIR NISST എന്ന ശാസ്ത്ര ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ജൈവ സാങ്കേതിക വിദ്യയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. പാഴായി പോകുന്ന, സംസ്കരണം വലിയൊരു പാരിസ്ഥിതിക വിഷയമാവുന്ന പൈനാപ്പിൾ ഇലകളെ പ്രയോജനപ്രദമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഫൈബർ വേർതിരിച്ചു കഴിയുമ്പോൾ ബയോഗ്യാസ്, ജൈവവളം എന്നീ ബൈ പ്രോഡക്റ്റുകൾ ഉണ്ടാകുന്നു. പഞ്ചായത്തിന്റെ 10 സെന്റ് സ്ഥലത്ത് 24 ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണം. 5 കുടുംബശ്രീ അംഗങ്ങൾ ഇവിടെ തൊഴിലെടുക്കുന്നു. കുടുംബശ്രീയിൽ ആദ്യം വന്നുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു ക്യാമറയുടെ മുമ്പിൽ നിന്ന് നമുക്ക് വർത്തമാനം പറയാൻ പോലും പറ്റിയത്. ഒരു പുറത്തിറങ്ങാത്തൊരു വ്യക്തിയായിരുന്നു, ആരോടും മിണ്ടുവും കൂടി ഇല്ലായിരുന്നു. 2005 ഞാനിവിടെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ ചേട്ടാ ഒരു ചെറിയ രാഷ്ട്രീയ പ്രവർത്തനം കൂടിയായിരുന്നു. ചേട്ടായുടെ കൂട്ടുകാർ വന്നപ്പോൾ ഞാൻ ചിരിക്കുകയും കൂടി ഇല്ലായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാണ്ട് അകത്ത് തന്നെ ഇരുന്ന ആളാണ്. കുടുംബശ്രീ കൂടി വന്നേ പിന്നെയാണ് മറ്റുള്ളവരോട് പെരുമാറാനും സംസാരിക്കാനും ഉള്ള അവസരം എനിക്ക് കിട്ടിയത്. പരോക്ഷമായി അനേകം പൈനാപ്പിൾ കർഷകർക്കും പ്രയോജനകരമായ യൂണിറ്റാണിത്. പ്രകൃതി സന്തുലനത്തിന് കോട്ടം വരാതെയാണ് ഈ യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ഒരു കാർഷിക ഗ്രാമമാണ് മണിയൂർ ഗ്രാമപഞ്ചായത്ത്. 2002 കുടുംബശ്രീ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഈ പഞ്ചായത്തിൽ അന്ന് 86 യൂണിറ്റുകളാണ് വിവിധ വാർഡുകൾ ഉണ്ടായിരുന്നത്.
കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങളിലൂടെ ഇന്ന് അത് 144 യൂണിറ്റുകളിൽ എത്തി നിൽക്കുന്നു. മണിയുടെ പഞ്ചായത്തിൽ വളരെ കാര്യക്ഷമമായി നടന്നുവരുന്ന ഒരു പ്രവർത്തന പദ്ധതിയാണ് ബുക്ക് ബൈൻഡിംഗ് യൂണിറ്റ്. അഞ്ച് സ്ത്രീകൾക്ക് കൃത്യമായ മാസവരുമാനം ലഭ്യമാക്കുന്ന ഒരു തൊഴിലിടമാണിത്. മണിയുടെ ഗ്രാമപഞ്ചായത്തിലെ ഏഞ്ചൽ കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു തൊഴിൽ സംരംഭമാണിത്. 2005 ഏപ്രിൽ 14 തീയതിയാണ് ഞങ്ങൾ ഈ സംരംഭം ഉദ്ഘാടനം ചെയ്തത്. അന്ന് തുടങ്ങി ഇന്ന് വരെയും മോശമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുകയും ഞങ്ങൾക്ക് ഒരുവിധം നല്ല വരുമാനം ഉണ്ടാക്കി തരികയും ചെയ്യുന്നുണ്ട്. ഇതിനകത്തുനിന്ന് ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കാനും സാധിക്കുന്നുണ്ട്. ഇതിനകത്തുനിന്ന് ജില്ലയിലെ മറ്റു കുടുംബശ്രീ ഓഫീസുകളിലേക്കുള്ള രജിസ്റ്ററുകൾ, പാസ്ബുക്ക്, മിനിറ്റ്സ് ബുക്ക് എന്നിവയാണ് ഇവിടെ നിർമ്മിക്കപ്പെടുന്നത്. പൈനാപ്പിൾ ലീഫ് ഫൈബർ യൂണിറ്റിന്റെ കാര്യം ഇപ്പോൾ ഫിലിമിൽ കാണിച്ചില്ലേ, അതിന്റെ ഐഡിയ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയത്? എത്ര ഇന്നോവേറ്റീവ് ഒരു യൂണിറ്റ് ഞാൻ ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങളുടെ ജില്ലാ മിഷൻ കോർഡിനേറ്ററുടെ മാഡമാണ് CSIRൽ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയൊരു പ്രൊജക്റ്റിനെ കുറിച്ച് ഞങ്ങളുടെ DMCയോട് CSIRലെ മാഡം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷിയുള്ള മേഖല എന്ന് പറയുന്നത് മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിന്റെ കീഴിൽ വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ എറണാകുളം ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല മികച്ച സംരംഭ ഗ്രൂപ്പുകളുള്ള ഒരു പഞ്ചായത്താണ് ഞങ്ങളുടേത്. അങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് നിങ്ങൾക്ക് നടത്താവോ എന്ന് ജില്ലാ PRMന് ചെല്ലുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ഞങ്ങൾ ഇവിടെ വന്ന് ഞങ്ങളുടെ CDSന്റെ കമ്മിറ്റിക്കകത്തും പഞ്ചായത്ത് കമ്മിറ്റിയിലും ഈ വിവരം അവതരിപ്പിച്ചു. അപ്പോൾ പഞ്ചായത്തിന്റെ പഴയ ഒരു കെട്ടിടം, അതായത് മുൻകാലങ്ങളിൽ പഞ്ചായത്ത് ഓഫീസായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കെട്ടിടം ഞങ്ങളുടെ പഞ്ചായത്തിലുണ്ട്. അപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രസിഡന്റ് അത് അവതരിപ്പിക്കുകയും കമ്മിറ്റിയുടെ അനുവാദത്തോടെ ആ കെട്ടിടത്തിനകത്ത് മുഴുവൻ അടിസ്ഥാന സൗകര്യങ്ങളും പഞ്ചായത്ത് ഒരുക്കി തരികയും ബാക്കി ഇതിന്റെ ഫണ്ട് തന്നത് CSIRമാണ്. എത്രയാണ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ? 24 ലക്ഷം രൂപയോളം ഇതിന് ചെലവുണ്ട്. പിന്നെ ഇത് ഫൈബർ ഉണ്ടാക്കി നിങ്ങൾ അവർ സപ്ലൈ ചെയ്യും? അതെ. അത് പിന്നെ വീവ് ചെയ്തിട്ട് എവിടെ കൊടുക്കും? എങ്ങനെ അത് ഉപയോഗിക്കും? ഞങ്ങൾ ആദ്യം ഉണ്ടാക്കിയത് ഇത് സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ ഒരു പ്രൊജക്ട് എന്ന നിലയ്ക്ക് ഇതിന്റെ മേലുദ്യോഗസ്ഥർ വന്നായിരുന്നു ഞങ്ങൾക്കൊരു 3 മാസത്തോളം ഇതിന്റെ പരിശീലനം തന്നു. അപ്പൊ ആദ്യം ഞങ്ങൾക്ക് ഇതിനകത്തേക്ക് വരാൻ വേണ്ടുന്ന സ്ത്രീകളെ കണ്ടെത്തുകയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇതെന്താന്ന് പോലും ഞങ്ങളുടെ നാട്ടിൽ ആർക്കും അറിയില്ല. അപ്പോൾ CDSന്റെ തന്നെ അന്നത്തെ CDSൽ ഉണ്ടായിരുന്ന 3-4 പേരെ ഞങ്ങൾ ഇതിലേക്ക് കൂട്ടുകയും ബാക്കി തൊഴിലെടുക്കാൻ താല്പര്യമുള്ള 1-2 സ്ത്രീകളെയും കൂടി ചേർത്തുകൊണ്ട് ഒരു മാതൃകാ പ്രൊജക്ട് എന്ന നിലയ്ക്കാണ് ഇത് ആദ്യം തുടക്കമിട്ടത്. എത്ര പേരാണ് ഇതില് ഈ യൂണിറ്റില്? 5 പേരാണ്. അപ്പോ വിജിയും 4 വേറെ ആൾക്കാരും ഉണ്ട് ഇതില്. ഒരു മാസം നിങ്ങൾ ഇത് എങ്ങനെയാണ് ഇത് വിപണനം ചെയ്യുന്നത്? ഇപ്പൊ ജയ്പൂർ കമ്പനിയാണ് മേടിക്കുന്നു, തൂക്കിയിട്ടാണ്. അപ്പൊ അതിന്ന് നിങ്ങളുടെ ഈ കടം തിരിച്ചു കൊടുക്കണം, ചെലവ് നടത്തണം അല്ലേ? ലോണില്ല, 25 ലക്ഷവും ഗ്രാൻഡാണ്. മോഡൽ പ്രൊജക്ട് ആയതുകൊണ്ട് മുഴുവൻ ഫണ്ടും അവർ തന്നു. പഞ്ചായത്ത് അടിസ്ഥാന സൗകര്യവും തന്നു. കോൾ അടിച്ചല്ലോ. മുതൽ കൊടുക്കില്ല. പിന്നെ 2500 ഒക്കെ വെച്ച് 2-3 മാസമായുള്ളൂ ഇത് ശരിക്കും വർക്കായിട്ട്. ഒരു കൊല്ലമായെങ്കിലും ട്രെയിനിങ് പീരീഡ് ആയിട്ട് നടക്കുന്നത്. അപ്പൊ സാമ്പിൾ എടുത്തിട്ട് അത് CSIR തന്നെ കൊണ്ടുപോയി അവരവിടെ വെച്ചിട്ട് അത് പരീക്ഷണങ്ങൾ നടത്തി ഏത് രീതിയിൽ നല്ല നൂലെടുക്കാം, എങ്ങനെ എടുക്കാം എന്നുള്ളതൊക്കെ പരീക്ഷണങ്ങൾ നടത്തി. ഇത് വാങ്ങിക്കാനായിട്ട് ജയ്പൂർ അങ്ങനെയുള്ള ജപ്പാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ സാറിന്റെ അടുത്ത് വരികയും അവര് അവരാണ് ചെയ്തു തന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് ഉണ്ടാക്കി കൊടുക്കുന്ന നൂലിനൊരു എമൗണ്ട് നമ്മൾക്ക് തരും. ഇതിപ്പോ CSIRന്റെ കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ സ്ഥാപനമല്ലേ? തിരുവനന്തപുരത്തെ സ്ഥാപനത്തിന്റെ ഒരു പരീക്ഷണശാല കൂടിയാണ് അല്ലേ? അപ്പൊ അതിൻ്റെതായിട്ടുള്ള മുഴുവൻ സാങ്കേതികവും മാനേജ്മെന്റുമായിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതനുസരിച്ച് അവര് പ്രവർത്തിക്കുന്നു. അപ്പൊ ഒരു എന്താ പറയാ സാമ്പത്തികമായി ലാഭം ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അല്ലേ? അപ്പൊ എങ്ങനെയാ അപ്പൊ ഇത് നിങ്ങൾ പ്രവർത്തിച്ചിട്ട് ഇപ്പൊ എത്ര 3-4 മാസമായില്ലേ? 1 വർഷമായി. അപ്പൊ ഇതിലൊരു നിങ്ങൾക്കൊരു പ്രവർത്തിക്കാനുള്ള ഒരു വിശ്വാസ്യതയും ഇതിൽ ചെയ്താൽ നമുക്ക് നന്നായിട്ട് കാര്യങ്ങൾ എന്താ ഇനിയും കൂടുതൽ ഭംഗിയാക്കി
കൊണ്ടുവരാം എന്നുള്ള ഒരു വിശ്വാസം ഉണ്ട്. അതോ ഇത് പൊളിഞ്ഞു പോകുന്നുള്ള പേടിയുണ്ടോ? ഇല്ല, പേടിയില്ല. ഇല്ല, തുടക്കത്തിൽ ആശങ്ക ഉണ്ടായിരുന്നു. കാരണം അധികം വലിയ നമുക്ക് വരുമാനമൊന്നും കിട്ടാറില്ല. അപ്പൊ മറ്റേ ഉണ്ടാക്കുന്നത് നമ്മൾ അപ്പൊ ഒരു സാമ്പിൾ അയച്ചു, ആ നൂലെടുത്ത് അപ്പൊ സാമ്പിളിന് കൊണ്ടുപോവാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു വരുമാനം ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ ആദ്യമേ ഓർത്തു. എത്ര മാസം ഉണ്ടായിരുന്നു ട്രെയിനിങ്? 3 മാസത്തോളം ഓഫീസേഴ്സ് അവിടെ വന്നു പോയി. അന്നേരം നിങ്ങൾക്ക് 3 മാസം ശമ്പളമില്ലായിരുന്നു. ഇത് നല്ലൊരു ഭാവി ഉണ്ടെന്നാണ് വിജയുടെ ഒരു വിശ്വാസം അല്ലേ? ലോകത്തെ ഏറ്റവും കൂടുതൽ ഈ പൈനാപ്പിൾ കൊണ്ട് നാരുണ്ടാക്കുന്ന രാജ്യം ഏതാണ് എന്ന ചോദ്യം ചോദിച്ചാൽ എന്ത് പറയും? ഫിലിപ്പീൻസ്. അതാരും പറഞ്ഞു തന്നോ? എനിക്കറിയാം, ഫിലിപ്പീൻസ് ആണ്. ഫിലിപ്പീൻസിന്റെ നാഷണൽ ഡ്രസ്, ദേശീയ ഡ്രസ്സാണ് പൈനാപ്പിൾ നാരുകൊണ്ട് ഷർട്ട്. ഏറ്റവും നമ്മുടെ സിൽക്ക് ഷർട്ടിനേക്കാൾ മിനുസമുള്ള ഷർട്ടാണ് ഈ പൈനാപ്പിൾ നാരുകൊണ്ട്. അവരുടെ പ്രസിഡന്റ് ഈ പ്രധാനപ്പെട്ട ഔദ്യോഗിക ചടങ്ങിനൊക്കെ ഇടുന്ന ഒരു വെള്ള ഷർട്ടുണ്ട്, അത് പൈനാപ്പിൾ നാരുകൊണ്ടാണ്. 35 വർഷം മുമ്പ് ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താണ് വാങ്ങേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ പൈനാപ്പിൾ ഷർട്ട് വാങ്ങിയിട്ട് കൊണ്ടുപോകണം എന്നാണ് പറയുക. അപ്പൊ അവര് നമ്മളെക്കാൾ എത്രയോ മുമ്പ് നമ്മൾ ഈ കയറുണ്ടാക്കുന്നത് പോലെ ഈ പൈനാപ്പിൾ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ സാധിച്ചാൽ അവിടെ പോയി നമുക്കിതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും കൂടി വേണം. പിന്നെ ബുക്ക് ബൈൻഡിങ്ങിന്റെ കാര്യം പറഞ്ഞു, അതെന്താ തുടങ്ങാൻ കാരണം ചെയർപേഴ്സൺ? അത് 10 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഞങ്ങളുടെ കുടുംബശ്രീ തുടക്കത്തിലെ തന്നെ ഒരു സംരംഭമാണ്. അത് ഇന്നും അത് നല്ല രീതിയിൽ നിലനിന്ന് പോകുന്നുണ്ട്. നമ്മുടെ കുടുംബശ്രീയുടെ മിൻസ്, അതുപോലെ പാസ്ബുക്കുകൾ, രജിസ്റ്ററുകൾ, ഫയലുകൾ എല്ലാം അവരുണ്ടാക്കുന്നുണ്ട്. അത് മറ്റ് പഞ്ചായത്തുകൾ, നമ്മുടെ എറണാകുളം ജില്ലയിലെ മറ്റ് പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് അത് വിൽക്കാം. അത് കൊണ്ടുപോയി കൊടുത്ത് അവർ തന്നെ കൊണ്ടുപോയി കൊടുക്കും. ചിലപ്പോൾ ഓർഡർ അനുസരിച്ച് അവരുടെ അടുത്ത് വന്ന് വാങ്ങിക്കൊണ്ട് പോകും. അത് നല്ല രീതിയിൽ പോകുന്ന ഒരു. അപ്പൊ നിങ്ങൾക്ക് വിപണി അവിടെയും ഒരു പ്രശ്നമല്ല? വിപണി പ്രശ്നം. എത്ര പേരുണ്ട് യൂണിറ്റില്? ഞങ്ങള് ഇപ്പൊ 6 പേരുണ്ട്. 7 പേര് വെച്ചാണ് തുടങ്ങിയത്. ഒരാൾ മരിച്ചു പോയതാണ്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഓർഡറുകൾക്കൊന്നും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. മാർക്കറ്റിംഗ് എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരു മാസം എത്ര രൂപയ്ക്കുള്ള സാധനങ്ങൾ വിൽക്കും? ഒരു മാസം ഒരു 30,000 രൂപയുടെ അടുത്ത് മാസം ചെലവ്. 30,000. ഒരു ശരാശരി 5 പേരല്ലേ? 7 പേര്? 6 പേര്. ഒരാൾക്ക് ശരാശരി എന്ത് വരുമാനം കിട്ടും? അത് ഞങ്ങളുടെ വർക്കിനനുസരിച്ചാണ് ഞങ്ങൾ എടുക്കുന്നത്. അതെ, എന്നാലും അതൊക്കെ കണക്കാക്കി അതല്ലേ ശരാശരി എന്ന് ഒരു പറയുന്നത്. മാസം ചെറിയൊരു 3,000 രൂപയുടെ അടുത്ത് ഞങ്ങൾക്ക് വരുമാനം. 3,000. അതെന്നാണോ ലോൺ കൊടുക്കണ്ടേ? 4-5 മണിക്കൂർ നേരം വർക്ക് ചെയ്യണുള്ളൂ. അല്ല, ലോൺ ഉണ്ടോ? ലോണൊക്കെ തീർന്നു, അടച്ചു കഴിഞ്ഞു. അപ്പൊ ഈ 3,000 നിങ്ങൾക്ക് കിട്ടുന്ന പൈസയാണ്. ഇതിന്റെ സാധനങ്ങൾ എവിടുന്നാണ്? ഞങ്ങള് ബൾക്കായിട്ട് എറണാകുളത്ത് വന്നാണ് പേപ്പറൊക്കെ എടുത്തുകൊണ്ട് പോണത്. മിഷനറിയൊക്കെ എറണാകുളത്ത് നിന്ന് തന്നെയാണ് ഞങ്ങൾ വാങ്ങിയത്. ഈ 4-5 മണിക്കൂർ ജോലി ചെയ്യാനുള്ള കാരണം എന്താണ്? മുഴുവൻ സമയം ജോലിക്ക് ഈ സ്ത്രീകൾക്ക് വരാൻ ബുദ്ധിമുട്ട് വീട്ടിലത്തെ ചുമതലകൾ കൊണ്ടാണോ? അതെ, വീട്ടിലെ അത്യാവശ്യം എല്ലാവർക്കും കുറച്ച് റബ്ബറും ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞുള്ള സമയത്ത് കഴിഞ്ഞുള്ള ഒരു സമയം ഞങ്ങളുടേതായ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്താ വീട്ടിൽ മാറ്റം ഉണ്ടായത്? ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ്? ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തെ ഒത്തിരി സഹായിക്കാൻ പറ്റി. വിദ്യാഭ്യാസത്തിനൊക്കെ കുട്ടികൾക്കൊക്കെ സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. കുട്ടികൾ എന്ത് പഠിക്കുന്നത്? എന്റെ കുട്ടികളുടെ പഠിത്തം കഴിഞ്ഞു. അല്ല, എന്ത് പഠിച്ചു കുട്ടികളോ? ഒരാൾ ബികോം കഴിഞ്ഞു, ഒരാൾ IT കഴിഞ്ഞു. ഭർത്താവ് എന്ത് ചെയ്യുന്നു? ഭർത്താവിന് ഇപ്പൊ ജോലി നിലവിലൊന്നുമില്ല. അപ്പൊ നിങ്ങളാണ് കുടുംബനാഥൻ. ചില പിള്ളേർക്ക് ജോലിയുണ്ടോ? പിള്ളേർ ഒരാൾക്ക് ജോലിയായിട്ടുണ്ട്, ഒരാളുടെ വിവാഹവും കഴിഞ്ഞു. ഈ ഫൈബർ യൂണിറ്റ് തുടങ്ങുന്നത് അടുത്തുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ ഈ അവിടെ പൈനാപ്പിൾ കൃഷി നടത്തുന്നുണ്ട്. മറ്റുള്ള പഞ്ചായത്തുകളിലും ഇതുണ്ട്. മറ്റുള്ള കുടുംബശ്രീ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലും ഈ കൃഷി നടക്കുന്നുണ്ട്. അവിടുന്ന് ആരെങ്കിലുമൊക്കെ വന്ന് നിങ്ങളെ കാണുകയോ അല്ലെങ്കിൽ നിങ്ങളോട് ഇടപെടുകയോ ചെയ്തിട്ടുണ്ടോ? നമ്മുടെ അവിടെ നിന്നുണ്ട്. പിന്നെ ആസാമിന്ന്, ജർമ്മനിന്ന് ഒരു മാഡം വന്ന് ഒരു 2-3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. സ്ഥിരം 3 ദിവസത്തേക്ക് അവിടെ നിന്ന് അത് താമസിച്ച് അത് എല്ലാം കണ്ട് പഠിച്ചിട്ടാണ് പോയത്. ഇപ്പൊ നിങ്ങളുടെ പരീക്ഷണശാല സന്ദർശിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നുണ്ട്. പിന്നെ ആസാമിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, അവര് വന്നു കണ്ടു. ആസാം ഗവൺമെന്റിന്റെ ആൾക്കാർ? ഗവൺമെന്റിന്റെ. പക്ഷെ CDs മൊത്തമായിട്ട്
CSIR ആണോ അതിന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അവര് പറഞ്ഞിട്ടാണോ വന്ന് കാണുന്നത് അതോ ജില്ല? ഇനി അടുത്ത സ്റ്റേജിലേക്ക് അത് വീവിംഗ് ചെയ്താൽ അത് വാല്യൂ അഡീഷൻ വരും, നിങ്ങൾക്ക് നല്ല വരുമാനം കിട്ടും. നെയ്ത്തിനുള്ള പരിപാടി തയ്യാറാണോ? നൂലുകൊണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ? ഇൻട്രസ്റ്റ് ഉണ്ട്. അത് പതുക്കെ ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് അങ്ങനെ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു, ഇനി അടുത്ത സ്റ്റേജിലേക്ക്. ഇപ്പൊ അത് ജയ്പൂരിലേക്ക് പോവാണ് അല്ലേ? ഓക്കെ. അപ്പൊ ഇനി അടുത്ത രണ്ടാമത്തെ ഫിലിം കണ്ടിട്ട് നമുക്ക് തുടരാം. നാട്ടിൻപുറത്ത് ഒരു ഹെൽത്ത് ക്ലബ്, അതും സ്ത്രീകൾക്ക് മാത്രമായി. കാണാം നമുക്ക് മണീഡിന്റെ ഹെൽത്ത് ക്ലബ് വിശേഷങ്ങൾ. പ്രവൃത്തി മേഖലകളിൽ നൂതന ആശയങ്ങൾ തേടുന്ന മണീഡ് കുടുംബശ്രീയുടെ മറ്റൊരു സംരംഭമാണ് ഹെൽത്ത് ക്ലബ്. ഗ്രാമത്തിലെ സ്ത്രീകൾക്ക് അവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാക്കുന്നതിനായി ബോധവൽക്കരണവും വ്യായാമ സൗകര്യങ്ങളും ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുകയാണ് ഈ ഹെൽത്ത് ക്ലബ്. രാവിലെ 6 മുതൽ 8 വരെയും വൈകിട്ട് 4 മുതൽ 6 വരെയുമാണ് പ്രവർത്തന സമയം. കുടുംബശ്രീ അംഗങ്ങളും അല്ലാത്തവരുമായ സ്ത്രീകൾ ഇവിടെ പരിശീലനത്തിന് എത്തുന്നുണ്ട്. ഹെൽത്ത് ക്ലബ് സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ താഴത്തെ നിലയിൽ ബഡ്സ് റീഹാബിലിറ്റേഷൻ യൂണിറ്റും സ്ഥിതി ചെയ്യുന്നു. മാനസിക വൈകല്യമുള്ള ആളുകളെ പരിചരിക്കുന്ന കേന്ദ്രമാണിത്. ഒരു കുടുംബത്തിൽ മാനസിക വളർച്ചയില്ലാത്ത അംഗങ്ങളുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ തൊഴിൽ, വരുമാന സാധ്യതകളെയും അത് ബാധിക്കും. ബുദ്ധിമാന്യമുള്ള മക്കളുള്ള ഒരമ്മയ്ക്ക് പുറത്തുപോയി പണിയെടുക്കാൻ സാഹചര്യമൊരുക്കുക എന്നതാണ് ഈ കേന്ദ്രം നൽകുന്ന ഏറ്റവും വലിയ സേവനം. മാല നിർമ്മാണം, സാമ്പ്രാണി ഉണ്ടാക്കൽ, ചിത്രം വര തുടങ്ങിയ കാര്യങ്ങളിൽ ഇവരെ ഉൾപ്പെടുത്തുന്നത് വഴി അവർക്കും ഇവിടെ ചെലവഴിക്കുന്ന സമയം പ്രിയപ്പെട്ടതാകുന്നു. അഭിമാനത്തോടെ ഈ സാഹചര്യത്തിൽ പറയുന്നു, ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആമ്പല്ലൂര് ഇവിടുന്ന് ഒരുപാട് ദൂരമുള്ള ആമ്പല്ലൂർ ബാങ്കിൽ നിന്നും 3,16,00,000 രൂപ മണിയൂരിലെ മുഴുവൻ കുടുംബശ്രീ യൂണിറ്റുകൾക്കും ലിങ്കേജ് വായ്പ കൊടുക്കുവാനും ഈ ഒരു വർഷത്തെ പ്രവർത്തനത്തെ കാര്യക്ഷമമായി വിലയിരുത്തുമ്പോൾ കൃത്യമായി എല്ലാ മാസവും ആ തുക തിരിച്ചടക്കേണ്ട ദിവസങ്ങളിൽ ആ യൂണിറ്റുകൾ 144 യൂണിറ്റുകളും ആ തുക തിരിച്ചടച്ചതിന്റെ റിസീറ്റ് ഈ കുടുംബശ്രീയുടെ ഓഫീസിൽ കൊണ്ടുവന്ന് അത് രേഖപ്പെടുത്തുകയും അത് പഞ്ചായത്ത് തല സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ ഞാൻ നേരിട്ട് മോണിറ്റർ ചെയ്യുകയും കാര്യക്ഷമമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ഇതിനകത്തുണ്ട്. ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള വിജയകരമായ മറ്റൊരു സംരംഭമാണ് ബ്രേക്ക്ഫാസ്റ്റ് നിർമ്മാണം. ദോശമാവ്, ഇഡ്ഡലിമാവ് മുതലായവയും സംഭാരം, പുളിശ്ശേരി തുടങ്ങിയവയുമൊക്കെയും വൃത്തിയായും രുചിയായും കൃത്രിമത്വമില്ലാതെയും ചെയ്തു കൊടുക്കുന്നതിനാൽ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിൽപ്പനയുണ്ട്. യൂണിറ്റ് നടത്തുന്ന കുടുംബശ്രീ അംഗങ്ങൾ തങ്ങളുടെ തൊഴിലിലും വരുമാനത്തിലും തൃപ്തിയുള്ളവരാണ്. എങ്ങനെ വിജയമാണോ ഈ ബ്രേക്ക്ഫാസ്റ്റ് യൂണിറ്റ്? ഞങ്ങളുടെ കുടുംബശ്രീയിലെ വേറെ പുറത്തൊരു കുടുംബശ്രീ യൂണിറ്റിലെ ഒരാളും ഞങ്ങളുടെ 4 പേരും അങ്ങനെ 5 പേര് കൂടിയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന ഈ സംരംഭം ഞങ്ങൾ തുടങ്ങിയിട്ടുള്ളത്. എത്ര രൂപയായി മുതൽ മുടക്ക്? മുതൽ മുടക്ക് ഏകദേശം 2 ലക്ഷം രൂപ. അതിന്റെ മെഷീനറി ബാങ്ക് ലോണാണോ? ഇല്ല, ബാങ്ക് ലോൺ ഞങ്ങൾ അന്നേരം തുടങ്ങിയപ്പോൾ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു അതെങ്ങനെ അടച്ചു പോകാൻ സാധിക്കുമെന്ന്. ഇത് ഭക്ഷണ സാധനം ആയതുകൊണ്ട് എത്രമാത്രം ഇതൊരു കോമ്പറ്റീഷനുള്ള സാധനമാണല്ലോ, അത് എത്രമാത്രം വിജയിക്കും എന്നുള്ള ഒരു പേടി കൊണ്ട് ഞങ്ങൾ ലോണൊന്നും എടുത്തില്ലായിരുന്നു. അപ്പൊ ഞങ്ങൾ കുടുംബശ്രീയിൽ നിന്നുള്ള ലോൺ എടുത്തു, യൂണിറ്റിൽ നിന്നുള്ള ലോൺ എടുത്തു. ഞങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഞങ്ങളുടെ സമ്പാദ്യത്തിൽ തുടങ്ങിയിട്ടുള്ളത്. പക്ഷെ അന്ന് ലോൺ എടുത്താലും പലിശ കൊടുക്കണ്ടേ?
പലിശ വേണ്ടേ? 100 രൂപയ്ക്ക് 1 രൂപയാണ് പലിശ വരുന്നുള്ളൂ. അത്രയേ ഉള്ളൂ, 1 ബാങ്കിൽ നിന്ന് നമ്മൾ ശതമാനം. എടുക്കും 1%. ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കുമ്പോൾ 10, 11 അത് ബാങ്ക് ഏത് പലിശയാണോ പറയുന്നത് ആ പലിശ നമ്മൾ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇത് അങ്ങനെ ഞങ്ങൾ 5 പേരും ലോൺ എടുത്തു. ഇതിന്റെ പ്രത്യേക ഒരു ഇൻവെസ്റ്റ്മെന്റ് അതാക്കി മാറ്റി. അതുകൊണ്ട് ഞങ്ങൾ ഇത് തുടങ്ങിയത്, ഈ സംരംഭം തുടങ്ങിയത്. ഹെൽത്ത് ക്ലബ് എന്നുള്ള ആശയം എങ്ങനെ വന്നു? അത് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരുന്നോ? അത് നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച് പുരുഷന്മാർക്കാണെങ്കിൽ പ്രത്യേകിച്ച് ജിമ്മും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അവിടെയുണ്ടോ? അവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്. അപ്പം അങ്ങനെ അവിടെ സ്ത്രീകൾക്കും അവിടെ പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അവരുടെ ഒപ്പം പോയി നിന്ന് ചെയ്യാനുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചപ്പോൾ നമ്മൾക്ക് എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ, നമുക്ക് ഇത്രയും സ്ത്രീകൾ ഇത്രയും പുരോഗതിയൊക്കെ പ്രാപിച്ചവരാണല്ലോ. അപ്പോൾ സ്ത്രീകൾ ഇപ്പൊ എല്ലാവർക്കും അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. സ്ത്രീകൾ വളരെ വർക്കിംഗ് ചെയ്യുന്നവരാണെങ്കിൽ തന്നെയും പലർക്കും രോഗങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നവരാണ്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇതുപോലെ ഒരു ജിം തുടങ്ങിക്കൂടാ എന്നൊരു ചിന്ത ഞങ്ങളിലുണ്ടായി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഗ്രാമപഞ്ചായത്ത് എല്ലാ കാര്യത്തിലും ഞങ്ങളെ സഹായിക്കുന്നു. അപ്പോൾ CDSഉം അതിനുള്ള ഒരു തയ്യാറെടുപ്പ്. കൂടാതെ ഞങ്ങൾക്ക് 2012-13 ആരോഗ്യ പുരസ്കാരം ഞങ്ങൾക്ക് 2ാം സ്ഥാനമുണ്ട് എറണാകുളം ജില്ലയിൽ. അതുപോലെ അതിൽ നിന്ന് 2 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് മിഷനറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പ്രസിഡന്റ് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചു. കുടുംബശ്രീ നടപ്പാക്കുന്നു. ഇത് മണിയുടെ ഒരു കാർഷിക മേഖലയാണ് അല്ലേ? ഭൂരിപക്ഷ സ്ത്രീകളും പാടത്തും റബ്ബർ തോട്ടത്തിലൊക്കെ പണിയെടുക്കുന്നവരാണ്. ഇഷ്ടംപോലെ ശാരീരിക അധ്വാനം ഉള്ളവരാണ് അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഹെൽത്ത് ക്ലബിന്റെ ആവശ്യകത എന്താണ്? ഈ ശാരീരിക അധ്വാനം ഇല്ലാത്തവരും ജോലിക്കാരും ഉണ്ടല്ലോ. പെൺകുട്ടികൾ, ചെറിയ കുട്ടികൾ വരുന്നുണ്ട്. അതായത് ചെറിയ കുട്ടികൾ കോളേജിൽ പോകുന്ന പിള്ളേര് അവരൊക്കെ വരുന്നുണ്ട് അല്ലേ? ചെയ്താൽ ബുദ്ധിമുട്ടാവും ഇനിയും. ഇതൊരു എല്ലാവർക്കും കൂടിച്ചേരാനൊരു സ്ഥലവും കൂടിയാണ്. അതെ, സ്ത്രീകൾക്ക് വരാനും കാണാനും ഒക്കെ നല്ലതാണ്. അതിനും രസകരം ഭക്ഷണത്തിന്റെ ആണ്. അത് ചോദിച്ചില്ലല്ലോ. പുളിശ്ശേരി ഞാൻ ചോദിച്ചായിരുന്നു. പുളിശ്ശേരിയും മറ്റേ ഇഡ്ഡലിമാവും രണ്ടും വേഗം കേടാവുന്ന സാധനങ്ങളല്ലേ? അത് 4 ദിവസം അതിന്റെ എക്സ്പയറി ഉണ്ട് മാഡം. 4 ദിവസത്തേക്കുണ്ട്. അല്ല, അപ്പൊ ചെലവായി പോകുന്നുണ്ടോന്നാണ് ഉണ്ടാക്കുന്ന. അപ്പൊ ചെലവായി അവിടെ മാത്രമാണോ, മണിയുടെ മാത്രമാണോ കൊടുക്കുന്നത്? അല്ല, ഞങ്ങൾ ഈ ആലപ്പുഴ ജില്ലയിൽ കൊടുക്കുന്നുണ്ട്. ആലപ്പുഴ വരെ എത്തിക്കും. അത് വയറ്റിലെ ഒരു വണ്ടി വരും, അത് അറേഞ്ച്ഡാ ആ വണ്ടി. അപ്പൊ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചു കഴിയുമ്പോ ആ വണ്ടിയിൽ കൊണ്ടുപോകുക. നിങ്ങൾ വയറ്റിലെ എത്തിക്കും, അവരവിടുന്ന് കൊണ്ടുപോകും. പിന്നെ അവിടെ ലോക്കലിൽ സപ്ലൈ ഒത്തിരി ഉണ്ട്. കൂത്താട്ടോളം, പാമ്പാക്കുട, മുളന്തുരുത്തി, തിരുവാണിയൂര്. പിന്നെ ആ ലോക്കലിലുള്ള കടവഴി, പിന്നെ ആ സ്പോട്ടിൽ വന്ന ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ അന്നന്ന് ഉണ്ടാക്കുന്ന സംഭവം. ഏകദേശം എത്ര രൂപയുടെ വരുമാനം ഉണ്ടാവുന്നുണ്ട് ഒരു മാസം ആ വകുപ്പിൽ? ഒരു മാസം എത്ര രൂപ വിറ്റുവരവാണ് സാറേ? ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ടില്ല. എങ്കിലും ഏകദേശം ഒരു ദിവസം നമ്മുടെ ചെലവ് കഴിഞ്ഞിട്ട് ഒരു ദിവസം എത്ര കിലോ മാവ് പോകും? ഒരു ദിവസം 80 കിലോ മാവ് പോകും. 80 കിലോ മാവ് പോകും. അതുപോലെ എല്ലാ സാധനവും പോകും. അതിന് പുറമെ പുളിശ്ശേരി എത്ര പാക്കറ്റ് പോകും? എന്തോ? പുളിശ്ശേരി എത്ര പാക്കറ്റ് പോകും? പുളിശ്ശേരി ആകെ ഉണ്ടാക്കുന്നത് 120 പാക്കറ്റാ. ആ 120 പാക്കറ്റും പോകും. ആണോ? എല്ലാ ദിവസവും? എല്ലാ ദിവസവും. വീടുകളിലേക്കാണ്? അത് കടവഴിയാ സാർ. കടവഴിയാണ്. പിന്നെ അവിടെ ഒരു പാക്കറ്റിന് എന്താ വില? പുളിശ്ശേരിക്ക് 23 രൂപ. 23 രൂപ. മാവിന് 35. അതൊരു 1 ലിറ്ററാണ്. 1 ലിറ്ററാണ്, മനസ്സിലായി. 35. നിങ്ങൾ എത്ര പേരാണ് ഇതില്? ഞങ്ങൾ 5 പേര്. 5 പേർക്ക് എത്ര മണിക്കൂർ ജോലി ചെയ്യണം? 5 മണി. ഞങ്ങൾ 5 പേർക്ക് രാവിലെ ഒരു 3 മണിക്കൂർ, വൈകുന്നേരം രാത്രിയിൽ ഒരു 3 മണിക്കൂർ. രാത്രി ചെയ്യും? രാത്രി ഈ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കുന്നത് രാത്രി വെളുപ്പിന് 4 മണിക്ക്. 4 മണിക്ക് പുലർച്ചെ 4 മണിക്ക്. അപ്പോ നിങ്ങൾ 4 മണിക്ക് ഇവിടെ വരണമെങ്കിൽ 3 മണിക്ക് എണീക്കണം. 3 മണിക്ക് എണീക്കും. അങ്ങനെ ഉണ്ടാക്കിയാലല്ലേ സാറേ ഇത് രാവിലെ ഞങ്ങൾക്ക് ഇങ്ങനെ സപ്ലൈ ചെയ്യാൻ പറ്റൂ. അതിനുള്ള പാൽ എവിടുന്ന് കൊണ്ടുവരും? പാല് ഈ ഇവിടെ ചേർത്തലയുള്ള ഒരു ഫാമിൽ നിന്ന് മൊത്തം പാലെടുക്കുക. പാലായിട്ടോ മോരായിട്ടോ? പാലെടുത്ത് ഉണ്ടാക്കി അതിന്റെ പാലിന്റെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക ചെയ്യുന്നത് ഞങ്ങള്. ഓ, അത് ശരി. എന്നിട്ട് സപ്ലൈ ചെയ്യും. പുളിശ്ശേരി ഉണ്ടാക്കുന്നത് അതിൽ നിന്ന്. ബാക്കി എന്തൊക്കെ ഉൽപ്പന്നങ്ങളാ? സംഭാരമുണ്ട്, പാലുണ്ട്, കട്ടിമോരുണ്ട്. പിന്നെ അത് തന്നെയാണല്ലോ, തന്നെയാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. അതിന്റെ ഇതിൽ നിന്നാണ് പുളിശ്ശേരി ഉണ്ട്. എപ്പോഴാണ് നിങ്ങൾ ഉറങ്ങുന്നത്? രാത്രി ഉറക്കം കുറച്ചുള്ളൂ. അല്ല, അത് കാര്യമായി ചോദിക്കുക. എപ്പോ കിടക്കാൻ പോകും?
ഞങ്ങളൊരു 12 മണിയൊക്കെ ആകുമ്പോഴാ കിടക്കാൻ പറ്റുള്ളൂ. എണീക്കുന്നത് 4 മണിക്ക്. 3 മണിക്ക്. അതിന് പറയട്ടെ 4 മണിക്ക് എഴുന്നേക്കും. 4 മണിക്ക് എഴുന്നേൽക്കും. അപ്പൊ 12 മുതൽ 4 വരെ ഉറങ്ങാൻ പറ്റും? ഉറങ്ങാൻ പറ്റും. അത് പോരല്ലോ. ഇങ്ങനെയുള്ള സാധനം ആയതുകൊണ്ടാ. ജോലി ഇല്ലല്ലോ, രാവിലെ അല്ലേ? അല്ല, അത് ഈ മോര് തൈര് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആക്കി മാറ്റണ്ടേ. അത് ശരി. അതിന്റെ ഓരോ ഐറ്റംസ് ഓരോ സമയത്തല്ലേ, ഇത്ര മണിക്കൂർ കഴിഞ്ഞല്ലേ അതായി വരുള്ളൂ. പാലിൽ നിന്ന് അത് തൈരാക്കണം, പിന്നെ സംഭാരം ആക്കണം, പുളിശ്ശേരി ആക്കണം. പക്ഷെ ഉറങ്ങാത്ത ആളാണെന്ന് തോന്നുന്നില്ല. അത് ഞങ്ങൾ 5 പേര് മാറി മാറിയാ ഒരാൾ തന്നെയല്ല ഡെയിലി. അത് കൊള്ളാം. അതിനൊരു സ്ഥലമുണ്ട് എല്ലാവർക്കും കൂടി വരാൻ. ഞങ്ങൾ വാടകയ്ക്ക് ഒരു റൂം എടുത്തിരിക്കുക. ഒരു കരയോഗത്തിന്റെ ഞങ്ങൾക്ക് 1 വർഷത്തേക്ക് അവരിങ്ങനെ ഒരു പരീക്ഷണം എന്ന പോലെ വലിയ വാടക ഇല്ലാതെ ആ മുറി തന്നിട്ടുണ്ട്. ബാലസഭ പ്രസിഡന്റ് എന്താണ് ആക്ടിവിറ്റി? മണിയുടെ പഞ്ചായത്തിൽ 13 വാർഡുകളിലായി 38 ബാലസഭകളാണ് രൂപീകരിച്ചിട്ടുള്ളത്. ഓരോ മാസവും 2 തവണ കുട്ടികളുടെ സൗകര്യം അനുസരിച്ച് ഓരോ ഭവനങ്ങളിലായി കൂടും. അതിൽ കുടുംബശ്രീയെ പോലെ തന്നെ ആ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ബാലസഭയിൽ എത്ര കുട്ടികളുണ്ട്? 20 കുട്ടികൾ അടുത്തുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. നിങ്ങൾ എന്താ ചെയ്യാ? കുടുംബശ്രീയെ പോലെ തന്നെ യോഗം കൂടും. പിന്നെ കുട്ടികളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകളെ ഉണർത്തും. കുട്ടികൾ ഓരോ ഒളിഞ്ഞു കിടക്കുന്ന കുസൃതികളും ഉണ്ട്. അത് കഴിവിൽപ്പെടും. ക്വിസ് അങ്ങനെ ജനറൽ ആയിട്ടുള്ള പരിപാടികളൊക്കെ. ഈ കുട്ടികളെ വിളിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ കുട്ടികളും വരാറുണ്ട്. 20 പേരല്ലേ ഉള്ളത്? 20 പേരും വരാറുണ്ടോ? എല്ലാ മീറ്റിംഗിലും 20 പേര് വരാറുണ്ടോ? ചിലപ്പോഴൊക്കെ അസൗകര്യം ഉള്ളപ്പോ ഒന്നും എല്ലാ കുട്ടികളും വരില്ല. എന്നാലും കഴിയുന്നത്ര കുട്ടികളൊക്കെ അതിൽ വരുവാൻ. ഏകദേശം മീറ്റിംഗിൽ എത്ര കുട്ടികൾ ഉണ്ടാവാറുണ്ട്? 15-16 ആ റേഞ്ചിൽ വരും. അച്ഛനമ്മമാര് വിടാറൊക്കെ ഉണ്ടല്ലോ? എല്ലാ ആഴ്ചയിലും ഉണ്ടോ? ഇല്ല, മാസത്തിൽ 2 തവണ. നിങ്ങൾ ഈ യോഗം കൂടുമ്പോഴേ അതിന് കുടുംബശ്രീ ഇവര് ചെയ്യുന്ന പോലെ എന്ന് പറഞ്ഞു. അന്നേരം അതിന് യോഗം കൂടുമ്പോ അതിനൊരു അജണ്ട ഫിക്സ് ചെയ്യും. അത് എങ്ങനെയാ ഫിക്സ് ചെയ്യുന്നത്? മിനിറ്റ്സ് എഴുതുവോ? മിനിറ്റ്സ് എഴുതുന്നുണ്ട്. അന്നേരം അതെങ്ങനെയാ അജണ്ട എങ്ങനെയാ നിങ്ങൾ തീരുമാനിക്കുന്നത്? അത് മീറ്റിംഗ് കഴിയുമ്പോ ഓരോരുത്തർ സെക്രട്ടറി ഓരോ മീറ്റിംഗിലും എന്താ ചർച്ച ചെയ്യേണ്ടതെന്ന് എന്താ തീരുമാനിക്കുന്നത്? ജനറൽ ആയിട്ട് എന്തെങ്കിലും ഒരു ദിവസം ആരോഗ്യത്തെ പറ്റി അങ്ങനെയാണ് ഞങ്ങൾ എടുക്കുന്നത്. സമൂഹത്തിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളെ പറ്റി എടുക്കും. അങ്ങനെയൊക്കെ. അത് ആരാ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇന്നതാ ചർച്ച ചെയ്യേണ്ടതെന്നുള്ളത്? ഞങ്ങൾ ക്ലാസ് ഉണ്ട്, പഞ്ചായത്തില് ക്ലാസ് എടുക്കും. ഇവര് സാർമാര് വന്ന് ക്ലാസ് എടുക്കും. അതനുസരിച്ചാണ് ഞങ്ങള് സഖി ഈ ആധുനിക സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ പറ്റി ഓരോ ബോധവൽക്കരണ ക്ലാസ്സുകളുണ്ട്. അതനുസരിച്ചാണ് അതിന്റെ ബാക്കി പത്രമായിട്ട് ഓരോ അതിൽ വരുന്ന ഓരോ ചിന്തകളെടുത്ത് ഞങ്ങൾ ഉണ്ട്. കുട്ടികൾ പാട്ട് അങ്ങനെ ഓരോന്ന്. കലാപരിപാടി എന്തെങ്കിലും അറിയാം? മോണാക്ട് അറിയാം. മോണാക്ട് അറിയാം. അപ്പൊ നമുക്കൊരു മോണോ ആക്ട് ആയാലോ? അയ്യോ, അത് മണ്ണുമാന്തിയ. ഈ കുന്നും അവരിടിക്കാൻ പോവാന്നാ തോന്നണേ. എനിക്ക് പേടിയാവുന്നു. അയ്യോ, എനിക്ക് പേടിയാവുന്നു. അല്പായി കുട്ടികളെ, അല്ലെങ്കിൽ ഈ വരുന്ന JCBയുടെ അപ്പം നിങ്ങളെയും ഇടിച്ചു നിർത്തും. മാറിപ്പൊക്കോ. അയ്യോ, വേഗം പോലെ. എനിക്ക് പേടിയാവുന്നു. നമ്മളിനി എവിടെയാ കളിക്കുക? അയ്യോ, നമ്മളിനി എവിടെയാ കളിക്കുക? An idea can change your life. എനിക്ക് കിട്ടിപ്പോയി, ഐഡിയ കിട്ടിപ്പോയി. നമുക്കുണ്ടല്ലോ, നമ്മുടെ ശങ്കരൻ മാഷിന്റെ വീടിന്റെ പുറകില് ഒരു വലിയ വെള്ളമുള്ള ഒരു സ്ഥലമില്ലേ, അവിടെ പോയി കളിക്കാം. എന്നിട്ട് മീൻ പിടിക്കുക, അവിടെ വെള്ളത്തിൽ കളിക്കുക. എന്ത് രസം. എനിക്ക് ഓടി വാ. വെള്ളം തെറിപ്പിക്കില്ലേ? എന്റെ പൊന്നു എന്നാ? അനു രാഘവേട്ടാ, ഒരു ഓട്ടോ വിളി. മുത്തശ്ശി എന്തോന്നും മിണ്ടാതെ നിൽക്കുന്നേ? മുത്തശ്ശി, നമ്മുടെ അനു. മുത്തശ്ശി എന്റെ അനുവിനെ കണ്ടായിരുന്നോ? മുത്തശ്ശി കണ്ടായിരുന്നോ? എല്ലാരും പറയുക എന്റെ അനുവിന് ഒരിക്കലും ഞങ്ങളെ കാണില്ലെന്ന്, ഞങ്ങളുടെ ഒപ്പം കളിക്കില്ലെന്ന്. മുത്തശ്ശി ആണോ? പറ. രാഘവമാഷി
എല്ലാരും പറയുക എന്റെ മാളു എന്റെ അനു അവരാരും ഇനി ഞങ്ങളുടെ ഒപ്പം കളിക്കാൻ വരില്ലെന്ന്. ആണോ രാഘവമാഷേ? മുത്തശ്ശി ആണോ മുത്തശ്ശി? ആണോ മുത്തശ്ശി? ഇനി ഞങ്ങളുടെ ഒപ്പം അവര് കളിക്കാൻ വരില്ലേ? എന്നാ മുത്തശ്ശി അങ്ങനെ? ഇവൻ പറയുക കേട്ടോ ഞാനും ഞങ്ങളൊന്നും കാണൂലെന്ന്. എന്നാ രാഘവമാഷി അങ്ങനെ? ഞങ്ങളാണ് എന്നും കളിച്ചോണ്ട് വരുന്ന അവിടെയാണ് ഒരു വെള്ളത്തിൽ പോയി. അപ്പോഴാണെങ്കിൽ ഇങ്ങനെ ഒന്ന് മിണ്ടായിരിക്കും എന്റെ ദീപു, നീ എപ്പോഴും ഇങ്ങനെയാണോ? ഒന്ന് മിണ്ടായിരിക്കും. ഞാൻ എന്താ എന്റെ കുട്ടികളോട് ചോദിക്കും? ഞാൻ എന്താ എന്റെ കുട്ടികളോട് പറയണേ? എനിക്കറിയില്ല. ഈ മണ്ണിലൂടെ ഓടിക്കളിച്ചാൽ കുഞ്ഞു പാദങ്ങൾ വിണ്ടു കയറുന്നു, കുഞ്ഞു മേനികൾ ചൊറിഞ്ഞു പൊട്ടും. എന്റെ അനു പാവായിരുന്നു. അവൾക്കിപ്പം ഞങ്ങളെ ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്റെ ഈശ്വര, നീ എന്തിനാ ഈ ക്രൂരത എന്റെ കുട്ടികളോട് ചോദിച്ചു? പറ, എന്തിനാ ഈ ക്രൂരത എന്റെ കുട്ടികളോട് ചെയ്ത്? അച്ഛാ എന്താ എല്ലാരും കൂടി എന്റെ കാര്യം പറയണേ? എന്താ പറ, എന്താ എല്ലാരും പറയണേ? മുത്തശ്ശി കുന്നുംപുറത്തിപ്പോ പൂക്കള് വിരിഞ്ഞിട്ടുണ്ടോ? ആകാശത്തിനിപ്പോ എന്ത് നിറ? നീലയോ അതോ സ്വർണ്ണവണ്ണമോ? മുത്തശ്ശി എനിക്കിനി ആരും കാണാൻ കഴിയില്ല. മുത്തശ്ശി പറ, എനിക്കിനി ആരും കാണാൻ കഴിയില്ല. പറ, നിങ്ങൾ പറ, എനിക്കിനി ആരും കാണാൻ കഴിയില്ല. മുത്തശ്ശി പറ, എനിക്കിനി ആരും കാണാൻ കഴിയില്ലേ? സുഹൃത്തുക്കളെ, ഈ കുട്ടിയുടെ കരച്ചിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഈ ഒരു അവസ്ഥ നാളെ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാൾക്കാണ് വരുന്നതെങ്കിൽ അതുകൊണ്ട് കരുതലോടെ ഇരിക്കുക. നന്ദി, നമസ്കാരം. ഇനി നമുക്കൊരു അസൽ ശിങ്കാരിമേളം കേൾക്കാം. ഒപ്പം വിശേഷങ്ങളും അറിയാം. ദൃശ്യങ്ങളിലേക്ക്. മണിയുടെ പഞ്ചായത്തിൽ കുടുംബശ്രീ അംഗങ്ങളുടെ ഊർജ്ജസ്വലമായ ഒരു പ്രവൃത്തി മേഖലയാണ് ശിങ്കാരിമേളം. 12 അംഗങ്ങളുള്ള ഈ മേളക്കാർ ഉത്സവങ്ങൾക്കും പരിപാടികൾക്കും ധാരാളമായി പങ്കെടുക്കുന്നു. ശിങ്കാരിമേളം ഒരു ടീം വർക്കാണ് ശരിക്കും, അല്ലേ? അക്ഷരാർത്ഥത്തിൽ ടീം വർക്കാണ്. ഏറ്റവും ഗംഭീരമായിട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുകൊണ്ട് ലാഭം എന്താണുള്ളത്? നിങ്ങൾക്ക് ലാഭം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇത് 1 ലക്ഷം രൂപ ഞങ്ങൾ ബാങ്കിൽ നിന്നും വായ്പ എടുത്താണ് ഞങ്ങളുടെ ഉപകരണങ്ങൾ വാങ്ങിയത്. ഇൻവെസ്റ്റ്മെന്റ് ധാരാളം ഉണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ചെണ്ട, ഇലത്താളം, അതുപോലെ വലന്തല വേള, അങ്ങനെയുള്ള ചെണ്ടകളും സാധനങ്ങളും വാങ്ങിയത് ഞങ്ങൾ അങ്ങനെ ലോൺ എടുത്തിട്ടാണ്. ആ ലോൺ ഞങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ജസ്റ്റ് ചെറിയ തുകയാണ് 500 രൂപയാണ് എങ്കിൽ അതിന്റെ 200 രൂപ ഞങ്ങൾ ലോണിലേക്ക് മടക്കും. 300 രൂപ ഞങ്ങളുടെ. നിങ്ങൾ എത്ര പേരുണ്ട് സംഘത്തിൽ? ഞങ്ങൾ ഇപ്പോൾ 15 പേരുണ്ട്. ഞങ്ങൾ 15 പേര്. ആളോഹരി എത്ര രൂപ കിട്ടും?
ആളോഹരി ഞാൻ പറഞ്ഞല്ലോ പ്രോഗ്രാമിന്റെ സമയവും അതുപോലെ ദൂരവും എല്ലാം അനുസരിച്ചാണ് പ്രോഗ്രാം നമ്മൾ പറയുന്നത്. ഇപ്പം ഒരാൾക്ക് നമ്മൾ 500 രൂപ വെച്ച് അല്ലെങ്കിൽ 1000 രൂപ വെച്ചാണ് നമ്മൾ ആ പ്രോഗ്രാം ഒരാൾക്കാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ 10,000 രൂപ കിട്ടുന്ന പ്രോഗ്രാം ഉണ്ട്, 20 കിട്ടുന്ന പ്രോഗ്രാം ഉണ്ട്. ഇപ്പൊ നമ്മൾ കേരളത്തിന് വെളിയിൽ പോവുകയാണ് എങ്കിൽ ഞങ്ങൾക്ക് 30,000 രൂപ 40,000 രൂപ നമ്മൾ കിട്ടും. പോയിട്ടുണ്ട്. ഞാൻ തമിഴ്നാട്, ചെന്നൈ. അവിടെ നമ്മൾക്ക് ഏജന്റുമാരുണ്ട്, ഞങ്ങളെ പഠിപ്പിച്ച ആശാന്മാരുണ്ട്, അവരാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. അവര് ഉത്സവമുണ്ട്, പിന്നെ ഈ തമിഴ്നാടൊക്കെ ആവുമ്പോൾ കല്യാണം. അവിടെ തമിഴ്നാട്ടിലെ കല്യാണത്തിന് ഭയങ്കര നമ്മുടെ കേരളത്തിലെ പോലെയല്ല, ഭയങ്കര ആർഭാടമായിട്ടുള്ള കല്യാണമാണ്. അപ്പൊ അവിടെ ആ ഒരു പരിപാടിക്ക് പിന്നെ അമ്പലങ്ങളിലെ മേളം. അവിടെ തമിഴ്നാടെന്ന ഏരിയ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്സവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ കേരളത്തിലെ ഉത്സവം ചിലപ്പോൾ രാവിലെ ഒരു 6 മണിക്ക് തുടങ്ങിയാൽ ചിലപ്പോൾ ഒരു 12 മണി 1 മണിയാകുമ്പോൾ തീരുന്ന ഉത്സവം. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 3 മണിയോട് കൂടി നമ്മളൊരു താലപ്പൊലി അല്ലെങ്കിൽ ഒരു ഘോഷയാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ അത് പിറ്റേ ദിവസം നേരം വെളുക്കണ വരെ ഉണ്ടാവും. അതിനൊക്കെ കൂടുതൽ പൈസ കിട്ടും. കൂടുതൽ പൈസ കിട്ടും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കേരളത്തില് തൃശ്ശൂർ മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം വരെ ഏറ്റവും കൂടുതൽ സജീവമായിട്ട് നിൽക്കുന്ന ഒരു ട്രൂപ്പ് സംഭവമാണ് ഈ ചിങ്കാരി മേഡം. അതും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇതുള്ളത്. അപ്പൊ ഇത്രയും ആൾക്കാർ കേരളത്തിലുണ്ട്. ഇവരുമായിട്ടെല്ലാം കോമ്പീറ്റ് ചെയ്യാൻ പാകത്തിന് നിങ്ങൾക്ക് റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. അതുപോലെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് വീട്ടിൽ നിന്നാണേലും ഫുൾ സപ്പോർട്ടാണ്. അല്ല, ഇത് നിങ്ങൾ കാണുന്നത് ഇതൊരു സംരംഭമായിട്ടാണോ കാണുന്നത് അതോ ഒരു കലാപരിപാടി? അല്ല, ഒരു കലയാണത്. അതിനോട് നമ്മളെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. നമുക്ക് അതിനോടൊരു ആഗ്രഹം ഉണ്ടാവണം. അതുപോലെ നമുക്കൊരു വരുമാനം കിട്ടുന്ന ഇപ്പോ ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് കാണുന്നത്. കാരണം ഈ ശിങ്കാരി മേളത്തെ പൊതുവെ കാണുന്നത് ഇതൊരു എന്താ പറയാ, നമ്മുടെ ഒരു കലാപ്രവർത്തനം എന്നുള്ളതിനേക്കാൾ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിലാണ് അതിന് കാണുന്നത് പലയിടത്തുള്ള. ഞങ്ങള് അങ്ങനെ എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള കലയാണ്. എന്റെ അമ്മാവൻ ഈ ഒരു കല പഠിച്ച ആളാണ്. രഞ്ജിനിയാണോ ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്തത്? അല്ല, എന്റെ ലീഡറുണ്ട്, അതിനൊരാള് ലീഡറുണ്ട്. ആദ്യമായിട്ട് ഞങ്ങളുടെ മണിയുടെ പഞ്ചായത്തിൽ ഞങ്ങൾ 5 സ്ത്രീകൾ കൂടി ആദ്യം ശിങ്കാരിമേള അല്ലായിരുന്നു ഞങ്ങൾ പഠിച്ചത്, പഞ്ചാരിമേള ഞങ്ങൾ തുടക്കമിട്ട് ഞങ്ങളെ കുടുംബശ്രീ വാർഷികത്തിന്. അന്ന് ഞാൻ കുടുംബശ്രീയിൽ അംഗമായി ചെറിയ പ്രവർത്തനങ്ങളേ ഉള്ളൂ, അങ്ങനെ മുൻനിരയിലേക്ക് വന്നില്ല. എന്താ ഈ ശിങ്കാരിമേളവും പഞ്ചാരിമേളവും ശിങ്കാരിമേളവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾ നമ്മള് കൊട്ടുന്ന താളത്തിനൊപ്പം സ്റ്റെപ്പ് എടുക്കണം. പഞ്ചാരിമേളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒത്തിരിയേറെ അതിന് താളമേള, അതിന് ഒത്തിരി താളങ്ങൾ കൂടുതലുണ്ട്. അത് ചെയ്യാൻ ഇത്തിരിയേറെ ബുദ്ധിമുട്ടുണ്ട്. പുരുഷന്മാര് അത് നമ്മള് തൃശ്ശൂർ പൂരത്തിനൊക്കെ നിന്ന് കൊട്ടുന്നുണ്ടല്ലോ, അതുപോലെ അത്രേ ഇതിൽ നല്ല ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ആളുകൾക്ക് കാണുമ്പോൾ ഒരു അഴക്. അപ്പം അത് സ്റ്റെപ്പ് വെച്ച് കളിക്കുന്നതാണ് ശിങ്കാരിമേള. ഇതിനകത്ത് കുറച്ച് തെറ്റിയാലും കുഴപ്പമില്ല, കാരണം ഇതിനെ ബാലൻസ് ചെയ്യാനും പറ്റും. മറ്റൊന്നിനകത്ത് അത് പറ്റില്ല, കാരണം താളപ്പെരുക്കങ്ങൾ കൃത്യമായിട്ടുണ്ടാവും. പഠിപ്പിച്ചത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആശാനായിരുന്നു. അത് കഴിഞ്ഞ് ആശാന്റെ കീഴിൽ നിന്ന് ഞങ്ങൾ മാറി. പിന്നെ ഇതുപോലെ 12 വനിതകൾ വേറെ കൂടി ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച ശേഷം ഞങ്ങളെ പുത്തൻകുരിശിലെ വാസ്തു എന്നൊരു ആശാന്റെ കീഴിൽ ഞങ്ങൾ 2 വർഷത്തോളം പഠിച്ചു. പഠിത്തവും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ ഇനിയുള്ള പുതിയ ടീമിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യിക്കുന്നുണ്ട്? അങ്ങനെ വരുന്നുണ്ട്, ആളുകൾ വരുന്നുണ്ട്. ഇത് കണ്ണിനും ശിങ്കാരിമേള കണ്ണിനും കാതിനും നല്ല ഒരു സുഖമുള്ള ഒരു ഇതാണ്. പക്ഷെ ഇത് ഇത്രയും ഭാരം ഉള്ളത് നിങ്ങൾ ഇടുകയും കൈയും ഇത്രയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ. അതെ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ബുദ്ധിമുട്ട് തോന്നാൻ നമ്മള് ആദ്യം നമുക്ക് തുടക്കത്തിൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ നമ്മളിപ്പം വയ്യ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മള് വയ്യാന്ന് പറഞ്ഞിരുന്നാൽ പോലും നമ്മൾ ആ ഉപകരണം നമ്മുടെ തോളയിലിട്ട് നമ്മുടെ ആളുകൾ വന്നു വെക്കുമ്പോ പിന്നെ കയ്യും വയ്യും മറന്ന് നമ്മള് പ്രോഗ്രാം ചെയ്യും. അന്നേരം നമുക്ക് അത് എന്താ അതിനോടുള്ള ഒരു ആത്മാർത്ഥതയുണ്ട്. ഇഷ്ടമാണല്ലേ? ഇഷ്ടമാണ്. കാരണം ഇഷ്ടമായാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു കലാപ്രവർത്തനം പൈസ കിട്ടും എന്നുള്ളതുകൊണ്ട് മാത്രമല്ല, മനസ്സുകൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. രഞ്ജിനി പറഞ്ഞില്ലേ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോ ഒരു 10-12 മണിക്കൂറൊക്കെ, അപ്പൊ അത് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ മടുത്തു പോകും. പക്ഷെ എന്നാൽ പോലും നമ്മളൊരു ഏറ്റെടുത്ത ഒരു ഇത് നമ്മളത് തീർത്തു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. അപ്പൊ നമ്മളത് ചെയ്തു പോകും. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഇതുവരെ അനുഭവം
വന്നിട്ടില്ല. നമ്മളത് ആത്മാർത്ഥതയോടുകൂടി 100% നമ്മൾ ചെയ്തു കൊടുക്കാം. എത്ര വയസ്സുള്ള സ്ത്രീകൾ ഇതിന് എത്ര വരെ? അതിനകത്ത് ഇപ്പം അതിനകത്ത് 50 വയസ്സിന് മേളിലുള്ള ആളുകൾ വരെയുണ്ട്. 2-3 അമ്മമാരുണ്ട് അതിനകത്ത് 50 വയസ്സുള്ള ആളുകൾ. ബാക്കി എല്ലാവരും 30-40. എല്ലാവരും ഈ കാലത്ത് തുടങ്ങിയവരല്ലേ? മുമ്പേ പഠിച്ചവരല്ല? ഇല്ല, മുമ്പേ പഠിച്ചവരല്ല. എല്ലാവരും ഞങ്ങളുടെ ഒപ്പം ഈ ഒരു കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ വന്നവരാണ്. പിന്നെ ഞങ്ങളുടെ കുട്ടികളാണ് എലത്താളം കുത്തുന്നത്. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള കുട്ടികളാണ്. കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ഇതിപ്പോ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ശരി. അല്ല, ഇനിയിപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം. വേറെ 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്. കുടുംബശ്രീയുടെ ഒരു പ്രധാന പ്രവർത്തനമായിട്ട് നിങ്ങൾ എഴുതിയിരിക്കുന്നത് ജെൻഡർ കോർണർ. അവിടെ സ്ത്രീകളും കുട്ടികളും നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ കുറച്ച് കേസുകൾ മയക്കുമരുന്ന് അതുപോലെയുള്ള വിഷയങ്ങളാണ്. പിന്നെ 1-2 അല്ലാതെ അപ്പൊ അതിന് ഇതായിട്ട് അവിടെ സ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ്സുകളും കുറെ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിച്ചു. ഇപ്പൊ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് വളരെ ഗൗരവമായിട്ടുള്ളതാണല്ലോ ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത്. അതെങ്ങനെ നിങ്ങൾക്ക് തടയാൻ സാധിക്കുന്നുണ്ടോ? തടയാൻ സാധിച്ചു. എങ്ങനെ? ഒത്തിരി അവിടെ കുട്ടികൾക്ക് ക്ലാസ്സുകളൊക്കെ കൊടുത്തിട്ട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ ആരും അങ്ങനെ അവിടെ ഉപയോഗിക്കുന്നില്ല. ഒരു ക്ലാസ് കൊടുത്തതുകൊണ്ട് കുട്ടികളങ്ങ് ഇല്ല, ഇപ്പൊ അവിടെ ഉപയോഗിക്കണില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് വരുന്ന വഴിയൊക്കെ കണ്ടുപിടിച്ചത് പറയാൻ പറ്റിയോ? വരുന്ന വഴികൾ നമ്മൾ ഈ സ്കൂൾ പിള്ളേർ, കോളേജ് പിള്ളേര്, നമ്മുടെ അടുത്തുള്ള സ്കൂളിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ പുറത്തു പോയി പഠിക്കുന്ന കുട്ടികൾ മൂലമാണ് അങ്ങനെ കണ്ടത്. പക്ഷെ അത് നമ്മൾ ജാഗ്രതാ സമിതിയിൽ അറിയിക്കുകയും ജാഗ്രതാ സമിതി കൂടി അതിനുള്ള നമ്മൾ ജാഗ്രതാ സമിതി അവിടെ പോലീസ് സ്റ്റേഷനിലോ അങ്ങനെയൊക്കെ കംപ്ലൈന്റ് പറഞ്ഞ് അവര് വന്നത് പഞ്ചായത്ത് ഇത് പിന്നെ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമല്ലേ? ഇത് അവരുടെ മാത്രം പ്രശ്നമല്ലല്ലോ. അല്ല, പഞ്ചായത്ത് ഗൗരവമായിട്ട് എടുക്കും, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അങ്ങനത്തെ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? എല്ലാ ഇതിനകത്ത് മയക്കുമരുന്നുകൾ മിഠായിക്കകത്ത് ചേർത്തിട്ടായിരുന്നു തൊട്ടടുത്തുള്ള പെട്ടിക്കടകളിലായിരുന്നു ഇത് കൊടുത്തുകൊണ്ടിരുന്നത്. നമ്മളതിന് എങ്ങനെ വരുന്നതെന്നും ആരിതിവിടെ എത്തിക്കുന്നു എന്നല്ല, പഞ്ചായത്ത് തന്നെയാണ് അതിന് മുൻകൈ എടുത്ത് പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പ് കൊടുത്ത് ഇതെല്ലാം നിർത്തലാക്കിച്ചത് പഞ്ചായത്താണ്. അല്ല, നിർത്തലാക്കി എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ഇപ്പൊ എന്തായാലും മിന്നൽ പരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. ഹെൽത്തിന്റെ ആൾക്കാരും പോലീസ് സ്റ്റേഷനിലെ ആൾക്കാരും മിന്നൽ പരിശോധന പലപ്പോഴും നമ്മൾ പോലും അറിയാണ്ട് അവർ വന്ന് പരിശോധന നടക്കുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള മിഠായികളൊന്നും അവിടെ വിൽക്കുന്നില്ല എന്ന് തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട്. ബാലസഭയിൽ ഇത് ചർച്ച ചെയ്യാറുണ്ടോ? പഞ്ചായത്തിന് കീഴിൽ ബാലസഭയിലുള്ള കുട്ടികൾക്ക് ക്ലാസ്, അഡോൾസൺ ഏജിലുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്, ഇതിനെപ്പറ്റിയുള്ള ലഹരിയുടെ ദുരുപയോഗത്തെ പറ്റിയുള്ള ക്ലാസ്സുകൾ, പിന്നെ കടയിൽ നിന്ന് അങ്ങനെ വാങ്ങരുത് എന്നുള്ള പല ക്ലാസ്സുകളും ഇവിടെ എടുക്കാറുണ്ട്. ഇപ്പോഴും ഉണ്ടോ നിങ്ങളുടെ അടുത്ത്, സ്കൂളിന്റെ അടുത്ത് കടകളുണ്ടോ? ഇല്ല. പെട്ടിക്കടകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ പോലീസിന്റെ സഹായത്തോടെ കുറെ പൊളിപ്പിച്ച് മാറ്റി. ഇപ്പൊ നിലവിലുള്ള കടകൾക്കൊക്കെ ലൈസൻസ് ഉള്ള കടകളാണ്. അവിടെയാണെങ്കിലും മിന്നൽ പരിശോധനയുണ്ട്. ചെയർപേഴ്സൺ, പിന്നെ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്താണ് ചെയ്യുന്നത്? പാലിയേറ്റീവ് കെയർ നമ്മുടെ പഞ്ചായത്തിൽ 150ഓളം രോഗികൾ കിടപ്പ് രോഗികളായിട്ടുണ്ട്. ആ കിടപ്പ് രോഗികളെ നമ്മൾ വീട്ടിൽ ചെന്ന് മറ്റേ ഹെൽത്ത് സെന്ററുമായിട്ട് നമ്മൾ സംയോജിച്ച് പാലിയേറ്റ് കെയറിൽ ഒരു നേഴ്സിനെയും വെച്ചിട്ടുണ്ട്, ആശാ വർക്കേഴ്സിനെയും. അവരുടെ എല്ലാവരുടെയും കൂടി കൂട്ടായ പ്രവർത്തനം കൊണ്ട് നമ്മൾക്ക് ഒരു ആംബുലൻസ് ഉണ്ട്. അതിനകത്ത് ഒരു ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് അവരുടെ വീടുകളിൽ ചെല്ലുകയും കിടപ്പായ രോഗികൾക്ക് ബെഡ് സോർ അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളെ ആ നേഴ്സ് ചെന്ന് പരിശോധിച്ച് ഡ്രസ്സ് ചെയ്യേണ്ടവരാണെങ്കിൽ അങ്ങനെ ചെയ്ത് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു കിടപ്പ് രോഗികളുണ്ട്. എന്ത് രോഗം കൂടുതലവിടെ കാണുന്നു? കൂടുതലും ഈ വയസ്സായ ആളുകളുണ്ട്. അതിനോട് പിന്നെ ഈ പ്രഷർ അതൊക്കെ ഇങ്ങനെ വന്നിട്ട് ഇതായിട്ട് ആളുകളൊക്കെ ഉണ്ട്. അല്ല, കൂടുതലും പിന്നെ സാമ്പത്തികമായുള്ള ആളുകളുമുണ്ട്, സാമ്പത്തിക സ്ഥിതി കുറഞ്ഞ ആളുകളുമുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ അങ്ങനെ ഒരു സാമ്പത്തികം നോക്കിയല്ല പോകുന്ന എല്ലാവരുടെയും വീടുകളിൽ. അപ്പൊ ഈ ഇതിനു വേണ്ടി പ്രത്യേക പരിശീലനം ലഭിച്ച നേഴ്സാണ്. പക്ഷെ അവർക്ക് അന്നേരം ഈ ഒരൊറ്റ ജോലിയേ ഉള്ളോ? ബാക്കിയുള്ള സമയത്ത് ഒരു ടീച്ചർ സെന്ററിൽ വർക്ക് ചെയ്യും. ഈ ആശ്രയ പദ്ധതി നിങ്ങൾ 2004 ആരംഭിച്ചു. ഇപ്പം 2ാം ഘട്ടം 2013-14 തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് 14 പേരേ ഉള്ളൂ. അത് തുടങ്ങിയപ്പോ എത്ര പേരുണ്ടായിരുന്നു? 48. ഇപ്പൊ കുറഞ്ഞു വരുവാന്നുള്ളത്. അതായത് ആ സമയത്ത് പഞ്ചായത്തിലെ സ്ഥലവും വീടും ഒന്നും ഇല്ലാത്ത ആളുകളുടെ എണ്ണം കൂടുതലുണ്ടായിരുന്നു. ആരും ഏതുമില്ലാതെ പെരിയാർ വാലി കനാലിന്റെ തീരത്ത് ചെറിയ കുടിൽ വെച്ചിട്ട് താമസിക്കുന്ന ആളുകൾ ആ സമയത്ത് ഒത്തിരി ഉണ്ടായിരുന്നു. അവർക്കെല്ലാം നമ്മളുടെ പഞ്ചായത്തിന്റെ ഫണ്ടും
കുടുംബശ്രീയുടെ ചലഞ്ച് ഫണ്ടും കൂടി ഉപയോഗിച്ചുകൊണ്ട് സ്ഥലം വാങ്ങി വീട് വെച്ച് കൊടുത്തു. വീട് വെച്ച് കൊടുത്തത് തന്നെ ചിലപ്പോൾ വയസ്സായ ഒരു അമ്മ മാത്രമുള്ള വീടായിരിക്കും. അങ്ങനെയുള്ളിടത്ത് നമ്മൾ ADS ആ ഫണ്ട് കൈമാറി ADS അംഗങ്ങൾ പോയാണ് ആ വീട് വെച്ച് കൊടുത്തത്. സംഘകൃഷി എത്ര ഗ്രൂപ്പുണ്ട്, എത്ര ഏക്കറിൽ ചെയ്യുന്നു, അതിനെക്കുറിച്ചൊരു 485 അയൽക്കൂട്ട അംഗങ്ങൾ ചേർന്ന് 103 കുടുംബശ്രീ JLG ഗ്രൂപ്പുകൾ ഗ്രൂപ്പുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾ 50 പേർക്ക് 50 യൂണിറ്റിന് ലോൺ എടുത്തു കൊടുത്തിട്ടുണ്ട് JLGയുടെ തന്നെ പലിശ സബ്സിഡി സ്കീമിൽ. പിന്നെ ഞങ്ങൾ കുറേ ഭൂമി ഇങ്ങനെ തരിശായിട്ട് കിടക്കുമായിരുന്നു. അത് ഞങ്ങൾ ആദ്യം ഇറങ്ങി പുറപ്പെടുകയും അതിൻ്റെ പുറകെ ഞങ്ങളുടെ ഭർത്താക്കന്മാരും കൂടി ഇറങ്ങി പുറപ്പെട്ടിപ്പോൾ ഞങ്ങൾക്ക് വീട്ടിൽ കൃഷിക്കുള്ള എത്ര ഭൂമി ഇപ്പൊ എടുത്തിട്ടുണ്ടോ നിങ്ങൾ? ഇപ്പൊ 15 ഹെക്ടറോളം. 15 ഹെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു 35-38 ഏക്കറായി. എന്ത് കൃഷി ചെയ്യാൻ? നെൽകൃഷി തന്നെയല്ല, പുരയുടെ കൃഷിയും കൂടെ കൂടി. 15 ഹെക്ടർ എന്ത് കൃഷി ചെയ്യാൻ എടുത്തത്? നെൽകൃഷി. അത് കൂടാതെ നിങ്ങൾ എടുത്തിട്ടുണ്ട് 40 ഏക്കർ പുരയുടെ കൃഷിയുണ്ട്. രണ്ടുമുണ്ട്. പുരയുടെ കൃഷിയിൽ എന്താ ചെയ്യുന്നത്? വാഴ, കപ്പ, ചേമ്പ്, പിന്നെ പച്ചക്കറിയായിട്ട് കൊയ്ത്ത് കഴിയുമ്പോൾ അത് ആ ഭൂമിയിലിടും. അങ്ങനെ കൃഷി ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും അതിന്റെ എന്തുമാത്രം ഓരോ വീട്ടിനും വരുമാനം വരുന്നുണ്ട് എന്നുള്ള വല്ല കണക്കുണ്ടോ? നല്ലൊരു വരുമാനമുണ്ട്. ഞങ്ങളാണ് ഈ പ്രാവശ്യം തന്നെ ഒരു ഗ്രൂപ്പ് തന്നെ 5000 കിലോയോളം നെല്ല് വിൽക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. കുടുംബത്തെ ആവശ്യത്തിന് എടുത്തതിന് ശേഷം. ആവശ്യത്തിന് അപ്പൊ ഇതില് ഈ ഇപ്പോ 4 കുടുംബങ്ങൾ ചേർന്ന് എടുക്കുന്ന സമയത്ത് സ്ത്രീകളാണല്ലോ അതിൽ മെമ്പർമാർ. ഈ കുടുംബത്തിലെ എല്ലാവരും അതിൽ ജോലി ചെയ്യും, അധ്വാനിക്കും. അങ്ങനെയാണ് അത് കൊടുക്കുന്നത്. ഈ എടുക്കുന്ന സ്ഥലം എഗ്രിമെന്റ് ആരുടെ പേരിലാണ് എഴുതുക? സ്ത്രീകളുടെ പേരിൽ തന്നെയാണ്. ഈ 4 സ്ത്രീകളുടെ 5 സ്ത്രീകളുടെ പേരിലായിട്ട് എഴുതും. അങ്ങനെ നമ്മുടെ എപ്പിസോഡ് ഏകദേശം പര്യവസാനിക്കാനുള്ള സമയമായി. പക്ഷെ അതിനു മുൻപ് മണിയുടെ CDSന് ലഭിച്ചിരിക്കുന്ന മാർക്ക് എത്രയാണ് എന്ന് നമുക്കറിയണം. കണ്ണൻ സാറിൽ നിന്ന് തുടങ്ങാം. മാർക്ക് പറയുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ. ഒന്നാമതായിട്ട് മണിയുടെ പഞ്ചായത്തിലെ ഈ കൈതച്ചക്ക ഇല കൊണ്ട് ഉണ്ടാക്കുന്ന നാര് പദ്ധതി, അത് CSRന്റെ ഒരു പരീക്ഷണ ശാലയായിട്ടാണ് നിങ്ങളിപ്പോൾ നടത്തുന്നത്. അത് നല്ലൊരു കാൽവയ്പ്പെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ അവിടെ വേസ്റ്റായിട്ട് പോകുന്ന ഒരുപാട് ഇതുമാതിരിയുള്ള പൈനാപ്പിൾ ചെടിയുടെ ഇലകളുണ്ട്. പിന്നെ ആ ഭാഗത്ത് എറണാകുളം ജില്ലയിൽ ഒരുപാട് പൈനാപ്പിൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രദേശമാണല്ലോ. അപ്പം ഇതിൻ്റെ സാധ്യതകളും അതനുസരിച്ച് കൂടാനാണ് സാധ്യത. അപ്പോൾ ആ ഒരു കാര്യം നല്ലൊരു സംരംഭമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. പിന്നെ ശിങ്കാരിമേളം, മറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന യൂണിറ്റ്, അതെല്ലാം തന്നെ നല്ല കൈവയ്പ്പാണ്. ശിങ്കാരിമേളത്തെക്കുറിച്ച് പറഞ്ഞു. അത് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് ശിങ്കാരിയായിട്ട് വരുമ്പോൾ പിന്നെ അങ്ങ് ഇതെല്ലാം മറക്കുന്നു. അതിന്റെ ഒരു സ്പിരിറ്റിൽ, അതെ, അതിന്റെ ഒരു സ്പിരിറ്റിലുള്ള ഇത്. പിന്നെ കുട്ടികൾക്ക് വേണ്ട ശാരീരികവും മാനസികമായിട്ട് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇനീഷ്യേറ്റീവുകൾ, ഇതെല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പിന്നെ ആഷ്നയുടെ കലാപരിപാടിയും ബാലസഭയുടെ പങ്കും ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് 25-ൽ 17. നിവേദിത മാം, മണി CDSന് ഞാൻ കൊടുത്തു 25-ൽ 18. 25-ൽ 18 മാർക്ക്. മണിയുടെ CDSലെ എല്ലാവരും വളരെ ഉത്സാഹവതികളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എല്ലാവരും ജോലിയെടുക്കാൻ തയ്യാറാണ്. പ്രാദേശികമായ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ കാര്യങ്ങളിലേക്ക് പോകാനുള്ള ഒരു മനസ്സുണ്ട്. അതുപോലെ ആഷ്നയെ പോലെയുള്ള മിടുക്കികളായ കുട്ടികളുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകാനുള്ള ഒരുപാട് സാധ്യതകൾ നിങ്ങൾക്കുണ്ട്. ഞാൻ മണിയുടെ CDSന് നൽകുന്നത് 25-ൽ 18 മാർക്ക്. നിർമ്മല മാം, എത്ര മാർക്ക് കൊടുക്കും? ഞാൻ മണി CDSന് 15-ൽ 10 മാർക്ക്. 15-ൽ 10 മാർക്ക്. 1-2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു വലിയ സ്വപ്നമാണ് മണിയുടെ തരിശുരഹിത ഭൂമിയാക്കി മാറ്റണം എന്നുള്ളത്. അത് സാധിക്കട്ടെ. നെൽകൃഷി നിലനിൽക്കുമെന്നുള്ള പ്രത്യാശയാണ് എല്ലാവരും പങ്കുവച്ചത്. നമ്മുടെ നാട്ടിൽ നമ്മൾ നെല്ല്
മന്യസംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. ഇതൊരു സ്വപ്നമാണിത്. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലേക്കും എല്ലാ ഇടങ്ങളിലേക്കും കേരളം മുഴുവൻ അങ്ങനെ വ്യാപിക്കട്ടെ, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളായി മാറട്ടെ. ഇത്തരം കർമ്മങ്ങൾ ആ രീതിയിൽ കുടുംബശ്രീ മറ്റ് ഇടങ്ങളിലേക്കും കൂടി വ്യാപിപ്പിക്കട്ടെ എന്നുള്ള പ്രത്യാശ നിലനിൽക്കൊണ്ടും ആ സ്വപ്നം സാക്ഷാത്കരിക്കാനും വേണ്ടി 10 ലക്ഷമാക്കാം. സാങ്കേതിക മേഖലയിലേക്ക് പോലും കടന്നു ചെന്ന് വിജയം വരിച്ച മണീഡ് CDSന് ലഭിച്ചിരിക്കുന്ന ടോട്ടൽ മാർക്സ് 71 ഔട്ട് ഓഫ് 100. 171. നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ സ്ത്രീ കൂട്ടായ്മകളുടെ വിജയഗാഥകൾ തുടരുകയാണ്. നാട്ടിൻപുറത്തെ സാധാരണക്കാരായ സ്ത്രീകൾ വലിയ സാങ്കേതിക പരിജ്ഞാനം ആവശ്യമുള്ള തൊഴിൽ മേഖലകളിലേക്ക് പോലും കടന്നു ചെന്ന് വിജയം വരിക്കുന്നത് നമ്മൾ കണ്ടുകഴിഞ്ഞു. ചെറുകിട സംരംഭങ്ങളിൽ നിന്നും നൂതന സാങ്കേതിക മേഖലകളിലേക്കുള്ള ഈ വനിതകളുടെ യാത്ര അസൂയാവഹമാണ്. മണീഡിന് തൽക്കാലം വിടാം. മറ്റൊരു CDSുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. അതുവരെ ഗുഡ് ബൈ.